കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ട് വയനാട് മാറിക്കഴിഞ്ഞു. ഒട്ടനവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. ആ ജീവൻ എന്തായാലും തിരിച്ചു കൊടുക്കാൻ ഒരു സർക്കാരിനും ഒരു മനുഷ്യനും സാധിക്കില്ല. പക്ഷെ ജീവനോടുള്ള ആളുകൾക്ക് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ എന്തായാലും ഒത്തൊരുമയോടെ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളാണ് CMന്റെ ഫണ്ടിലേക്ക് ഒരുപാട് ലക്ഷങ്ങളും കോടികളൊക്കെ ആയിട്ട് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല വിധത്തിലും അത് മുടക്കാൻ പലവിധ ആളുകളും പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിലൊന്നും വകവെക്കാതെ മലയാളികൾ അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് സംഭാവനകൾ അതിശക്തമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭാവന ചെയ്ത ആളുകളൊക്കെ ആരൊക്കെയാണെന്നും അവരൊക്കെ എത്രത്തോളം കൊടുത്തു എന്നൊക്കെ നമ്മളിപ്പോൾ 1-2 ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സംഭാവന കൊടുക്കാൻ വേണ്ടിയിട്ട് മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ആളുകളുടെ ദുഷ്പ്രചരണത്തിന് കേട്ടിട്ട് അത് കൊടുക്കാതെ ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഒന്ന് പ്രചോദനം നൽകാൻ വേണ്ടിയിട്ട്, അവരൊന്ന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അതുപോലുള്ള വീഡിയോസ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇന്നും അങ്ങനെയുള്ള ഒരു വീഡിയോ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ദിവസം ആരൊക്കെ കൊടുത്തു, എത്ര കൊടുത്തു എന്നൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ ഒരു സംഭവത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. മതം നോക്കാതെ, അതുപോലെ തന്നെ പാർട്ടി നോക്കാതെ, സംഘടന നോക്കാതെ എല്ലാവരും മനുഷ്യരാണെന്നുള്ള ഒറ്റ ചിന്തയോട് കൂടി തന്നെയാണ് ഇത്രയും ആളുകൾ സംഭാവന നൽകുന്നത്. അതിൽ ഒരുപാട് ആളുകൾ CMന്റെ ഫണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ നേരിട്ട് കാര്യങ്ങൾ ചെന്നിട്ട് അന്വേഷിച്ചിട്ട് അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് ആരൊക്കെ കൊടുത്തു, എന്തൊക്കെ കൊടുത്തു എന്നൊക്കെ വളരെ വിശദമായിട്ട് പറയാൻ പോവുകയാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ആദ്യമായി എടുത്തു പറയേണ്ടത്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പേര് തന്നെയാണ് നമ്മുടെ മലയാളത്തിന്റെ സൂപ്രധാരായിട്ടുള്ള ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. മോഹൻലാൽ എത്ര കൊടുത്തു എന്നുള്ളത് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം 2 ദിവസവും അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല. ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പേരാണ് പറയുന്നത്. കാരണം ഇന്നത്തെ ദിവസമാണ് മോഹൻലാൽ അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 25 ലക്ഷം രൂപയും അതുപോലെ തന്നെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി ഒരുപാട് സഹായങ്ങളും അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ പറയേണ്ടത് യുവ സൂപ്രധാരമായിട്ടുള്ള ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസ് 25 ലക്ഷം രൂപയും അതുപോലെ തന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ പാത്രങ്ങളുടെ ലഭ്യത കുറവുണ്ട്, അതിനു വേണ്ടിയിട്ട് 1000 സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസും അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ആസിഫ് അലിയാണ്. ആസിഫ് അലിയും നല്ല രീതിയിൽ തന്നെ സംഭാവന ചെയ്തിട്ടുണ്ട്. അത് എത്രയാണെന്നും അതിന്റെ തുകം കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പുറത്തു വിട്ടിട്ടില്ല. പിന്നെ എടുത്ത് പറയേണ്ടത് ബിഗ് ബോസ് താരവും അതുപോലെ തന്നെ സംവിധായകനുമായിട്ടുള്ള അഖിൽ മാരാറിന്റെ കാര്യമാണ്. അഖിൽ മാരാർ CMന്റെ ഫണ്ടിലേക്ക് കാശൊന്നും കൊടുക്കുന്നില്ല, അതിന് പകരം 3 വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നയൻതാരയും വിഘ്നേഷും കൂടിയിട്ട് 20 ലക്ഷം രൂപയാണ് സംഭാവന നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രശസ്ത യൂട്യൂബറും അതുപോലെ തന്നെ ബിഗ് ബോസ് താരവുമായിട്ടുള്ള പേളിമാണി 5 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് യൂട്യൂബിലൂടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡോക്ടറാണ് രാജേഷ് കുമാർ എന്ന് പറയുന്ന ഡോക്ടർ. അദ്ദേഹം 5 ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 100 വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട ബോച്ചെ 100 വീട് വെക്കാനുള്ള സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് 30 വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന ധനശേഖരണത്തിന്റെ ഭാഗമായിട്ട് അതിലേക്ക് 50 ലക്ഷം രൂപ നൽകിയിട്ട് തിരുനാവായ സ്വദേശി അബ്ദുൾ റഹ്മാൻ എന്ന ബാബു വളരെയധികം വലിയൊരു മാതൃകയാണ് കാണിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഈ ഒരു സംഭാവനയിലേക്ക് വരും. അവരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ വയനാടിന് പ്രതീക്ഷിക്കാം. ഇതിപ്പോ ഈ വീഡിയോയിൽ പറഞ്ഞത് വളരെ ഫേമസ് ആയ ആളുകളും അവർ കൊടുത്തിട്ടുള്ള വലിയ വലിയ എമൗണ്ടുകളാണ്. ഒരുപാട് ആളുകൾ 10, 100, 1000, 10,000 ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണക്കാർ ഇതിൽ വലിയ രീതിയിൽ പങ്കാളിയായിട്ടുണ്ട്. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ തന്നെ സാധാരണക്കാരുടെ ആ ചെറിയ എമൗണ്ട് പോലും വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വയനാട്ടിലേക്ക് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് സംഘടനകൾ, ഒരുപാട് പാർട്ടിക്കാർ, ഒരുപാട് സംഘടനകൾ, അതുപോലെ തന്നെ യുവാക്കളുടെ ക്ലബ്ബുകൾ, അങ്ങനെ ഒരുപാട് സഹായങ്ങളാണ് ഇപ്പോൾ തന്നെ വയനാടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും ഒരു മുടക്കം വരരുത്.